ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ശുഭകാര്യം നടക്കുമ്പോൾ ആദ്യം തയ്യാറാക്കുന്ന ഒരു പായസം തന്നെയായിരിക്കും. ഇപ്പോൾ നവരാത്രിയും അടുത്തോണ്ടിരിക്കുവാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പായസം തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചവ്വരി പായസം തന്നെയാണ്. പക്ഷെ നമ്മൾ സാധാരണ ചവ്വരി പായസം വെക്കുന്ന പോലെയല്ല ഞാൻ ചെയ്തിരിക്കുന്നത്. ചെറിയ മാറ്റങ്ങളുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു പൊടിക്കൈയും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പായസം വേറെ ലെവലായിരിക്കും എത്തുന്നത്. അപ്പോൾ അത് കാണാനായിട്ട് വരും. നമുക്ക് വേഗം വീഡിയോയിലോട്ട് കിടക്കുന്ന മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് ഓളും കൂടി കൊടുത്തതിന് ഞാൻ ഇടുന്ന ഇതുപോലെയുള്ള റെസിപ്പീസ് നിങ്ങൾക്കൊന്നും ചേരും. ഇന്ന് നമ്മൾ ഈ പായസം തയ്യാറാക്കുന്നത് 1/2 കപ്പ് ചവ്വരിയിൽ കൊണ്ടാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് ചെറിയ സൈസിലുള്ള ചവ്വരിയാണ് എടുത്തിരിക്കുന്നത്. വലിയ സൈസിലുള്ള ചവ്വരി മേടിക്കാൻ കിട്ടും, അതായാലും മതി. ഇനി ഈ ചവ്വരി നമുക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിക്ക് കഴുകിയെടുക്കണം. അതായത് ഒരു 2-3 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് കൊണ്ടുവന്ന് കാണിച്ചു തരാം. ഇതാ ഇപ്പോൾ നമ്മുടെ ചവ്വരി ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ സാധാരണ നമ്മൾ എന്താ ചെയ്യുക, വെള്ളത്തിലിട്ട് ഇത് ഒന്ന് കുതിരാനായിട്ട് വെക്കും. പക്ഷേ നമ്മൾ ഇന്ന് ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ചേർത്തിട്ടല്ല കുതിരാനായിട്ട് വെക്കാൻ പോകുന്നത്. പകരം ഇതിലേക്ക് പാല് ചേർത്തിട്ടാണ് നമ്മൾ ഇതൊന്ന് കുതിർത്തി എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുവാണെങ്കിൽ ആ വെള്ളത്തിൻ്റെ ആ ഒരു പച്ച വാസന ഈ ചവ്വരിയിലോട്ട് കയറുകയും ചെയ്യും. അതേസമയം ഇതേ പ്രോസസ്സ് തന്നെ നമ്മൾ പാലിലിട്ട് ചെയ്യുവാണെങ്കിൽ ആ പാലിൻ്റെ ആ ഒരു രുചി നമ്മുടെ ഈ ചവ്വരിയിലോട്ട് കയറി നമ്മുടെ പായസത്തിന് കുറച്ചും കൂടി രുചിയായിരിക്കും. ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് പാലാണ്. ഈ 1 കപ്പ് പാല് തന്നെ 1/2 കപ്പ് ആക്കിയാലും മതിയാവും. ഇനിയിപ്പോൾ ഇതിനാവശ്യം കുറച്ച് റെസ്റ്റിംഗ് ടൈമാണ്. ഒരു 1/2 മുതൽ 3/4 മണിക്കൂർ ഇതുപോലെ മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് അടുപ്പിച്ച് വെക്കാം. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു നോൺ സ്റ്റിക്ക് പാനാണ്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നോൺ സ്റ്റിക്ക് പാൻ ഇല്ലെങ്കിൽ പകരം ഞാൻ കാണിക്കുന്ന ഈ 2 കാര്യങ്ങളിൽ ഒന്ന് ചെയ്താൽ മതി. അതായത് ആദ്യം നമുക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒരു സാധാരണ കടായിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു രീതിക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ പാല് അധികം അടി പിടിക്കത്തില്ല. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യമാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു കുറച്ച് നെയ്യ് ഇതുപോലെ പാനിൻ്റെ അടിവശം ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ പാല് കുറുക്കിയെടുക്കുന്ന സമയത്ത് ഇതൊന്നും അടി പിടിക്കാൻ ചാൻസ് ഉണ്ടാവില്ല. പാത്രം കഴുകിയെടുക്കാനും ഈസി ആയിരിക്കും. ഇനിയിപ്പോൾ ഈ പായസം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാലിലാണ് തയ്യാറാക്കുന്നത്. ഇനി കപ്പിൻ്റെ അളവിൽ പറയുവാണെങ്കിൽ 250 ml കപ്പിലാണെങ്കിൽ 4 കപ്പ് ഉണ്ടാവും. അതേസമയം 240 ml കപ്പിലാണെങ്കിൽ 5 കപ്പും ഒരു 1/4 ഭാഗം കൂടി എക്സ്ട്രാ ഉണ്ടാവും. അപ്പോൾ അത്രയും പാല് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ നല്ല രീതിക്ക് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ പാൽ ഇവിടെ നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലാണ് കുറച്ച് പാല് ഇതിൽ നിന്ന് എടുത്തതിന് ശേഷം ഞാനിവിടെ കുങ്കുമപ്പൂ എടുത്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സാഫ്രൻ എന്നും പറയും. അതിലേക്ക് ഈ പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് തൽക്കാലം ഇപ്പോൾ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഈ സാഫ്രൻ ഇഷ്ടമില്ല, അല്ലെങ്കിൽ ഇത് കുറച്ച് കോസ്റ്റ്ലി ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. പകരം ബാക്കിയുള്ളത് അത് അതേപോലെ ചെയ്താൽ മതി. സാഫ്രൻ ഇടുമ്പോൾ അതിൻ്റെതായ റിച്ച്നെസ്സും ടേസ്റ്റ് വ്യത്യാസം ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ അത്രയും മാത്രം വ്യത്യാസമുള്ളൂ. ഇനിയിപ്പോൾ ഈ പാല് കറക്റ്റ് ഒരു 5 മിനിറ്റ് തന്നെ ആ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ കിടന്നോട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ചെറുതായിട്ടൊന്ന് വറ്റി വരും. അധികം വറ്റേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ചവ്വരിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇതിലേക്ക് ഇട്ട് വേവിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ അതും കൂടി മനസ്സിൽ കണ്ടോളണം. അപ്പോൾ നമ്മുടെ പാലവിടെ ഒന്ന് ചെറുതായിട്ട് കുറുകുന്ന ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ചവ്വരി ഒന്ന് സോക്കായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, ആ ഒരു ചെറിയ ബോൾസ് എല്ലാം കുറച്ചും കൂടി വലിപ്പം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകം തന്നെ നമുക്ക് മതിയാവും. ഇപ്പോൾ നമ്മുടെ പാലും ചെറുതായിട്ടൊന്ന് കൊഴുത്തും വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ചവ്വരിയും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം നമ്മുടെ ചവ്വരി നല്ലപോലെ ഇതിൻ്റെ അകത്ത് കിടന്ന് വെന്ത് വരണം. അതേസമയം നമ്മുടെ പാൽ നല്ലൊരു ക്രീമി ടെക്സ്ചറിലോട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇത് ചെയ്തെടുക്കാനായിട്ട് എന്തായാലും ഒരു 15 മുതൽ 20 മിനിറ്റ് എന്തായാലും എടുക്കും. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർത്തിരിക്കുന്ന ചവ്വരി 1/2 മണിക്കൂർ കുതിർത്തതിന് ശേഷമാണ്. കാരണം ഈ ചവ്വരി 1/2 മണിക്കൂറിൽ കിടക്കുമ്പോഴാണ് ആ പാലിൻ്റെ രുചിയൊക്കെ ഈ ചവ്വരിയിലോട്ട് കയറുന്നതും അതുപോലെ അതിൻ്റെ ഒരു ചെറിയൊരു മധുരം പാലിലുണ്ടാവുമല്ലോ, ആ മധുരം കൂടി ഈ ചവ്വരിയിൽ കയറുമ്പോഴാണ് ഇതിന് പ്രത്യേകമായിട്ട് ഒരു രുചി കൊടുക്കുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഈ ചവ്വരി സോക്ക് ചെയ്ത് വെക്കുന്നത് 1/2 മുതൽ 3/4 മണിക്കൂറാണ്. ഇനിയിപ്പോൾ നമ്മൾ സോക്ക് ചെയ്ത് വെക്കാൻ പോയത് ചിലപ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോട്ടാണെങ്കിൽ
എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പാലിലിട്ട് ഇത് കുറുക്കിയെടുക്കുന്ന സമയത്ത് ഇത് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഉടഞ്ഞു പോയിട്ട് ഈ പാലിൻ്റെ കൂടെ ഒരുമാതിരി പേസ്റ്റ് രൂപത്തിൽ കിടക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് അങ്ങോട്ട് സോക്ക് ചെയ്ത് വെക്കുകയും ചെയ്യരുത്. അതുപോലെ തന്നെ ഈ ചവ്വരി ഈ പാല് കിടന്നൊന്ന് വെന്ത് കിട്ടുന്ന ആ ഒരു സമയത്ത് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം. കാരണം നമ്മുടെ ഈ ചവ്വരി പാൻ്റെ അടിയിൽ കിടന്ന് ഒട്ടിപ്പിടിക്കാനും ചാൻസ് ഉണ്ട്. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ സാഫ്രൻ്റെ പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാഫ്രൻ്റെ പാല് എടുക്കണം എന്ന ആവശ്യമൊന്നുമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു ഫ്ലേവറും കൂടി ആയിരിക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ ഇട്ടിരിക്കുന്ന ആ ചവ്വരി മുകളിലോട്ട് വന്നിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ചവ്വരി വെന്ത് തുടങ്ങാനായിട്ടുണ്ടെന്നാണ്. പക്ഷേ ഇതുപോലെ ഇത് കുറച്ചും കൂടി നല്ല ട്രാൻസ്പെറൻ്റ് ആവുന്ന വരെ നല്ലപോലെ ഈ പാലിൽ കിടന്നിട്ടൊന്ന് വെന്ത് വരുകയും വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ പാല് തിളച്ച് വരുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ സൈഡിൽ ഇതുപോലെയുള്ള പാടകളൊക്കെ കൂടിക്കിടക്കും. അപ്പോൾ പാടകളൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ഒരു സ്പൂണോ ഇല്ലെങ്കിൽ ഒരു സ്പാറ്റുല വെച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് ഈ പാലിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് ഞാനിവിടെ ചേർക്കുന്നത് കുറവാണ്. 1/2 കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മധുരമൊന്നും ഉണ്ടാവില്ല. അതായത് അധികം മധുരം കഴിക്കാത്തവർക്കാണെങ്കിൽ ഇത് കറക്റ്റ് അളവ് തന്നെയായിരിക്കും. അതേസമയം കുറച്ചും കൂടി നന്നായിട്ട് മധുരം കഴിക്കുന്നവർക്കാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ മധുരം ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ച് നന്നായിട്ട് ഇനി കുറുകി തുടങ്ങണം. അതായത് നല്ല കുറുകി നല്ല കൊഴുത്ത ഒരു ടെക്സ്ചറിലോട്ട് വരുകയും വേണം. അപ്പോൾ അതുവരെ നന്നായിട്ട് ഇടയ്ക്കൊക്കെ വഴറ്റി കൊടുക്കുക. ഇതുപോലെയുള്ള ആടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഞാൻ ലോ ടു മീഡിയം ഫ്ലെയിം ആട്ടോ വെച്ചിരിക്കുന്നത്. ഇനി വേറൊരു കാര്യം, ഈ സ്റ്റേജിൽ നമ്മൾ പഞ്ചസാര ചേർക്കുന്ന പകരമായിട്ട് കുറച്ച് കണ്ടൻസ് മിൽക്ക് വേണമെങ്കിൽ ചേർക്കാം. കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ കുറച്ച് മിൽക്ക് പൗഡർ വേറൊരു ബൗളിൽ എടുത്തതിന് ശേഷം കുറച്ച് പാൽ ഇതിൽ നിന്ന് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ അകത്തേക്ക് കട്ട കുത്തി പോകാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പഞ്ചസാരയും മിൽക്ക് മെയ്ഡ് ഒന്നും ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ശർക്കര ഉണ്ടല്ലോ, ശർക്കര പാവ് വെച്ചിട്ടായാലും ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നോക്കിക്കോളൂ, നമ്മുടെ ചവ്വരി പായസം ഇവിടെ നന്നായിട്ട് കുറുകി നല്ല കൊഴുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം നല്ലതായിട്ട് തയ്യാറായിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇത് നല്ല ക്രീമി നല്ല റബ്ബടിയുടെ ഒക്കെ ടെക്സ്ചറിലോട്ട് വന്നിട്ടുണ്ട്. അതേസമയം നമ്മുടെ സാബുദാന നന്നായിട്ട് വെന്തും കിട്ടിയിട്ടുണ്ട്. അതായത് കയ്യിൽ ഇതുപോലെ ഒന്ന് എടുത്ത് നോക്കുമ്പോഴേക്കും നന്നായിട്ട് ഉടഞ്ഞും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഇത് തണുത്തതിന് ശേഷം ഇരുന്നൊരു കുറുകലുണ്ടാവുമല്ലോ, അപ്പോൾ അത്രയും തന്നെ മതിയോ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ കുങ്കുമപ്പൂവ് ചേർത്തില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഏലക്കപ്പൊടി ചേർത്താലേ ഇതിന് കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി അവസാനമായിട്ട് ഞാനിതിലേക്ക് കുറച്ച് സ്ലൈസ് ചെയ്തിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും കൂടി ചേർത്ത് കൊടുക്കുവാണ്. ഞാനിവിടെ പിസ്തയും ബദാമും കാഷ്നട്ടാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കശുവണ്ടി മുന്തിരി ഉണ്ടെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, നമുക്ക് ഡയറക്റ്റ് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അതുപോലെ തന്നെ ഇത് തണുപ്പിച്ച് കഴിക്കാനാണ് ഏറ്റവും നല്ല രുചി. അപ്പോൾ പറ്റുമെങ്കിൽ ഇത് ഒന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് കുറച്ച് സമയം മാറ്റിയതിന് ശേഷം നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ഇത് ടിപ്പിക്കലി ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പി തന്നെയാണ്. എന്നാലും ഇത് വ്യത്യസ്തമായ ഒരു രുചി തന്നെയാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും ഇത് പരീക്ഷിച്ച് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് ഓളും കൂടി കൊടുത്തതിന് ഞാൻ ഇടുന്ന ഇതുപോലെയുള്ള വ്യത്യസ്തമായ റെസിപ്പീസ് നിങ്ങൾക്കൊന്ന് ചേരും. അത് മാത്രം പോരാ, നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഇതുപോലെയുള്ള വെറൈറ്റി റെസിപ്പീസ് ഇഷ്ടമായാൽ അവർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ ഇനി അടുത്തൊരു അത്യുഗ്രൻ റെസിപ്പിയുമായി ഞാൻ വരുന്നവരെ സൈൻ ഓഫ് ഫ്രം സ്വപ്ന.